ഹലോ കൂട്ടുകാരെ, ഇത് തിരുവോണത്തിൻ്റെ തലേന്ന് ഉത്രാടത്തിൻ്റെ അന്ന് രാത്രിത്തെയും തിരുവോണത്തിൻ്റെയും കുറച്ച് വീഡിയോകളാണ് കേട്ടോ. ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി എൻ്റെ ചേട്ടൻ പൂവൊക്കെ മേടിച്ചുകൊണ്ടുവന്ന് ഞാനും കുളിച്ചിട്ട് ഞാനും മക്കളും ചേട്ടനും എല്ലാം പൂവെല്ലാം അരിയുവാണ് കേട്ടോ. കാരണം നമുക്ക് തിരുവോണത്തിൻ്റെ അത്തം വലിയ അത്തമാണല്ലോ ഇടേണ്ടത്. അപ്പം അതിന് വേണ്ടി കുറച്ച് പൂക്കൾ മേടിച്ചിട്ടുണ്ട്. പിന്നെ കുറേ എല്ലാ പൂവും മേടിച്ചതല്ല കേട്ടോ. ഈ ജമന്തി ഇതിൽ കുറച്ച് മാത്രം മേടിച്ചു. ബാക്കി ഞങ്ങൾ രാത്രി തന്നെ തുമ്പ, ഒരു എന്താ പറയല, ഒരുമാതിരി എന്തായാലും പറയുക, ഒരു വയലറ്റ് കളർ പൂവുണ്ടല്ലോ, അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഈ പറമ്പിൽ നിന്ന് തന്നെ പിച്ചുമായിരുന്നു കേട്ടോ. പിന്നെ ഇലകൾ അതെല്ലാം ഞങ്ങൾ അരിഞ്ഞെടുത്തു കേട്ടോ. പിന്നെ ഇത് ഒരുപാട് കിട്ടി, തുമ്പ ഒരുപാട് കിട്ടിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അത്തമൊക്കെ ഇട്ടു കിടന്നുറങ്ങി. രാവിലത്തെ കാഴ്ച കേട്ടോ. ഞങ്ങൾ നിഷ്കൂന് തീരെ വയ്യ, എൻ്റെ മോൻ പോയിട്ട് നോക്കുവാണ്. അത് കഴിഞ്ഞപ്പോൾ ഈ സുന്ദരി പൂച്ച കിടക്കുന്നുണ്ട് അടുക്കളയിൽ വന്ന്. അപ്പോൾ ഇന്ന് തിരുവോണം ആയതുകൊണ്ട് മീനും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ അവൾക്ക് വിഷമാട്ടോ. പിന്നെ ഞാൻ സാമ്പാറിനൊക്കെ അരിയോ. അപ്പോൾ നമുക്ക് സദ്യ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാനും ചേട്ടനും കൂടി ചേർന്നാട്ടോ എല്ലാം ചെയ്യുന്നത്. കാരണം 2 ദിവസം നല്ല ജോലി ഉണ്ടായിരുന്നു ഇവിടെ, അന്നേരം എനിക്ക് വയ്യായിരുന്നു. അപ്പോൾ പിന്നെ ഇന്ന് ചേട്ടനുണ്ടല്ലോ, അതുകൊണ്ട് ചേട്ടൻ സഹായിച്ചതിന്. ചേട്ടനാണ് കേട്ടോ തേങ്ങയൊക്കെ തിരുകി തരുന്നത്. അങ്ങനെ ചേട്ടൻ തേങ്ങ തിരുകി. അപ്പോഴെൻ്റെ മോളെടുത്ത വീഡിയോ ആണ് കേട്ടോ ചേട്ടൻ തേങ്ങ തിരുവുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഓരോന്നൊക്കെ എല്ലാം ചെയ്തു തന്നു കേട്ടോ. പിന്നെ ഞാൻ സാമ്പാർ, ബീട്രൂട്ട് പച്ചടി കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. ബീട്രൂട്ട് പച്ചടി ഇവിടെ എല്ലാവർക്കും ബീട്രൂട്ട് പച്ചടിയാണ് ഇഷ്ടം. അപ്പം ഞങ്ങൾ രാവിലെ എണീറ്റുണ്ട്. പിന്നെ അവിയലുണ്ടാക്കി. അതിൻ്റെ ഇടയിൽ പരിപ്പ്, പപ്പടം, സാമ്പാർ, അങ്ങനെ എല്ലാം, എന്താ പറയുക, പായസം. പിന്നെ തോരനായിട്ട് ഞാൻ എടുത്തത് ക്യാരറ്റാണ് കേട്ടോ, ക്യാരറ്റ് തോരനാണ്. പിന്നെ ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇഞ്ചിക്കറിയൊക്കെ വറുത്ത് അരച്ച് ഞങ്ങൾ പരവൂര് രീതിയിലാട്ടോ വെച്ചത്. അപ്പോൾ അതൊക്കെ വെച്ച് ഒരുക്കി ഞങ്ങൾക്ക് തിരുവോണം സദ്യ ഉണ്ണണമല്ലോ. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ. പിന്നെ നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ എല്ലാ വർഷവും ഒക്കെ നമുക്ക് സദ്യ ഒരുക്കാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സദ്യയൊക്കെ ഒരുക്കി പായസം വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾ കണ്ടു. അവർ അച്ഛനും മക്കളും ഡാൻസ് കളിക്കും കേട്ടോ, പാട്ടൊക്കെ ഇട്ട്. ഭയങ്കര ഡാൻസ് കളിയാണ്, ഫോണിൽ പാട്ടൊക്കെ ഇട്ട്. അത് കഴിഞ്ഞപ്പോൾ സദ്യ എല്ലാം റെഡിയായി കേട്ടോ. റെഡിയായി കഴിഞ്ഞു. ഞങ്ങൾ സദ്യ കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ് ചെയ്യാത്തവരെല്ലാം ചാനലൊന്ന് സബ് ചെയ്യുക കേട്ടോ. അത് കഴിഞ്ഞ് സദ്യയൊക്കെ കഴിച്ച് എൻ്റെ സുന്ദരി പൂച്ച അതേ ക്ഷീണിച്ച് കിടന്നുറങ്ങുക.